ഹായ് നമസ്കാരം, ഞാൻ ജിനേഷ് ചിത്രമ്പള്ളി. എല്ലാവർക്കും ഞങ്ങളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ണൂർ ജില്ലയിലെ പെരുമ്പടവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 300 മീറ്റർ മാറിയിട്ട് നല്ല അടിപൊളി 2 ഏക്കർ 85 സെൻറ്റ് സ്ഥലം കൊടുക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ ഫേസ്ബുക്കിലൊക്കെയാണ് നമ്മളെ വീഡിയോസ് എല്ലാം കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് സ്ഥലങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നേരിട്ട് പോയി നോക്കിയിട്ട് വരാം. അതെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ പെരുമ്പടവ് ടൗണിൽ നിന്ന് വരുന്ന വഴിയാണ്. അവിടെ തന്നെയാണ് പെരുമ്പടവ് ടൗൺ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഒരു 300 മീറ്റർ വന്നിട്ടാണ് നമ്മളെ സ്ഥലമുള്ളത്. ഏകദേശം നടക്കാനുള്ള ദൂരമുള്ളൂ അല്ലേ? അതെ, നടന്നു പോകാം, അത്ര ദൂരമുള്ളൂ. അപ്പോൾ നമുക്ക് സ്ഥലത്തോട്ട് ഒന്ന് പോയി നോക്കാം അല്ലേ? സ്ഥലത്തേക്ക് ഒന്ന് പോയി കാണിച്ചു കൊടുക്കാം. പറമ്പിലോട്ടുള്ള വഴിയാണ് ഇപ്പോൾ ഇത്. പറമ്പിലോട്ട് ഇതിപ്പോൾ പഞ്ചായത്ത് റോഡാണ്. നമ്മളെ പറമ്പിലോട്ട് 2 വഴിയുണ്ട്. ഇതിപ്പോൾ പഞ്ചായത്ത് റോഡാണ്, പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഒരു പ്രൈവറ്റ് റോഡാണ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം പോയിട്ട് ഇതിലേ പോയി കാണിച്ചു കൊടുക്കാം. മറ്റേ പ്രൈവറ്റ് റോഡ് നമുക്ക് അതിൽ വരുമ്പോൾ നമുക്ക് കാണിച്ചു കൊടുക്കാം. പിന്നെ കറണ്ടിൻ്റെ കണക്ഷനാണ് ഇപ്പോൾ ഉള്ളത്. നമ്മളെ എന്താ പറയുക, റോഡ് സൈഡിനാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ നമ്മളെ സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. കൊടുക്കാനുള്ള സ്ഥലത്തേക്ക് പോവാണ്. 2 ഏക്കർ 85 സെൻറ്റ് സ്ഥലമാണുള്ളത്. അപ്പോൾ നമ്മൾ ആ മെയിൻ റോഡിൽ നിന്ന് ഇങ്ങനെ വരിക കേട്ടോ. അപ്പം ഈ ഒരു സ്ഥലത്തിൻ്റെ തൊട്ടപ്പുറത്ത് അവിടെ തന്നെയാണ് പ്രൈവറ്റ് ആയിട്ടുള്ള നമ്മളെ പറമ്പിക്കുള്ള നമ്മളെ റോഡ് ഉണ്ട് അവിടെ. അപ്പോൾ അത് നമുക്ക് കാണിച്ചു കൊടുക്കണം. പിന്നെ വണ്ടിയൊക്കെ പോകാൻ സൗകര്യത്തിനുള്ള നല്ല വഴിയാണ്. 3 മീറ്റർ ഉള്ള റോഡാണ്. അപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ നമ്മളെ പറമ്പിൻ്റെ അതിര് കിടക്കുന്നത്. ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കിടക്കുകയാണ്. ഇവിടുന്ന് അങ്ങോട്ടാണ് മുകളിലോട്ടാണ് സ്ഥലം കിടക്കുന്നത്. ഇതിപ്പോൾ നമ്മളെ പറമ്പിലുള്ള കൃഷിയാണ്. കപ്പയൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. കൃഷിക്കൊക്കെ പറ്റിയ സ്ഥലമാണ്. നല്ല മണ്ണുള്ള സ്ഥലമാണ് കൃഷിയൊക്കെ ചെയ്യണമെങ്കിലൊക്കെ. പിന്നെ നമ്മളെ പറമ്പിൽ ഇവിടെ ഒരു ഷെഡ് കാണുന്നുണ്ടാവുമെന്ന് കാണിച്ചു കൊടുക്കാം നമുക്ക്. അപ്പോൾ അതൊന്ന് പോയി നോക്കുക. ഇവിടെ അടുത്തൊക്കെ ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. പുതിയ വീടുകളൊക്കെ അവിടെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഒരു ഷെഡാണ്. ഇപ്പോൾ പൂട്ടി കിടക്കുന്ന കാരണം നമുക്ക് അതിൻ്റെ ഉള്ളിൽ കാണിച്ചു കൊടുക്കാൻ കഴിയില്ല. അത്യാവശ്യം പണിക്കാർക്കൊക്കെ നിൽക്കാനും സാധനങ്ങൾ അല്ലേ, പണി സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റിയ സ്ഥലം. പിന്നെ നമുക്ക് അടുത്തടുത്ത് കണ്ടല്ലോ വീടുകളൊക്കെ ഇഷ്ടംപോലെ വീടുകളുണ്ട്. നല്ല നിരപ്പായ സ്ഥലമാണ്, റോഡ് സൈഡാണ്. പിന്നെ ഇതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പ്രൈവറ്റ് റോഡ് ഉണ്ട് എന്ന് പറഞ്ഞത്. റോഡ് വരെ വരും. ഇത് 3 മീറ്റർ റോഡാണുള്ളത്. നമ്മളിപ്പോൾ നേരത്തെ കയറി വന്ന് പഞ്ചായത്ത് റോഡായിരുന്നു. ഇതാണ് ഇപ്പോൾ നമ്മളെ പറമ്പിക്കുള്ള പ്രൈവറ്റ് റോഡ്. പിന്നെ ഇവിടെ വീടുണ്ട്. ഇതിൻ്റെ അടുത്തൊക്കെ ഇഷ്ടംപോലെ വീടുകളുണ്ട്. പെരുമ്പടവ് ടൗണിൽ നിന്ന് ഏകദേശം ഒരു 300 മീറ്റർ മാത്രമേ ഉള്ളൂ നമ്മളെ സ്ഥലത്തോട്ടുള്ള ദൂരം. ഇനി അപ്പോൾ നമുക്ക് മുകളിലോട്ട് കയറി പോയി നോക്കാം അല്ലേ? മുകളിലോട്ട് പോവാം. നമുക്ക് ഇനി റബ്ബർ കാണിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥലം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്ലോട്ടാക്കി വേണമെങ്കിൽ തിരിച്ച് കൊടുക്കുകയൊക്കെ ചെയ്യാം. നമുക്ക് അടുത്തൊക്കെ ഇഷ്ടംപോലെ വീടുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുന്നിൽ തന്നെ 10 സെൻറ്റ് സ്ഥലം ഒരു വീടുമായിട്ട് ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇപ്പുറത്തൊരു പ്ലോട്ടുണ്ട്. പിന്നെ ഇതാണ് ആ കാണുന്നത് ഒരു പ്ലോട്ടാണ്. ഇതൊക്കെ കണ്ടല്ലോ, ഇതൊക്കെ ഓരോ പ്ലോട്ടായിട്ട് ഇങ്ങനെ തിരിച്ചിട്ടേക്കാണ്. ഇനിയിപ്പോൾ നമ്മൾ പറമ്പിലോട്ടൊരു വഴി വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മൊത്തം അങ്ങനെ പ്ലോട്ടുകളാക്കി തിരിച്ചു കൊടുക്കാനൊക്കെ സുഖമാണ്. ഇത് എടുത്തു കഴിഞ്ഞാൽ 5 സെൻറ്റ് 10 സെൻറ്റ് അല്ലെങ്കിൽ 15 സെൻറ്റ് അങ്ങനെയൊക്കെ ആയിട്ട് മുറിച്ച് പോവുകയും ചെയ്യും. പെട്ടെന്ന് കച്ചവടം നടക്കുന്ന നല്ലൊരു ഏരിയയും കൂടിയാണ്. അതെ, അപ്പോൾ നമ്മളെ പറമ്പിലുള്ള റബ്ബറാണ് ഇപ്പോൾ ഇത്. ഇതുപോലത്തെ മൊത്തം 350 റബ്ബറാണ് ഇപ്പോൾ നമ്മളെ പറമ്പിലുള്ളത്. ഒന്നും വെട്ടി നശിപ്പിക്കുകയൊന്നും ചെയ്തിട്ടില്ല. അത്യാവശ്യം നല്ല മരമാണ് എല്ലാം. നല്ല പാല് കിട്ടുന്ന നല്ല 105 ഇനത്തിൽപ്പെട്ട അടിപൊളി മരങ്ങളാണ്. അങ്ങോട്ട് കുറേ കൂടുതൽ വണ്ണം കൂടിയ മരങ്ങളുണ്ട്. അപ്പോൾ കൂടി ഒന്ന് കാണിച്ചു കൊടുക്കാം അല്ലേ? പിന്നെ നമ്മളെ പറമ്പിൽ ഒരു 8-10 തെങ്ങുണ്ട്. അത്യാവശ്യം നമ്മളെ വീട്ടിലെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ, അരച്ചു കൂട്ടാനൊക്കെ തേങ്ങയ്ക്ക് ആവശ്യത്തിന് 8-10 തെങ്ങുണ്ട്. ഈ ഒരു സ്ഥലത്തുനിന്ന് തളിപ്പറമ്പ് ടൗണിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 20 കിലോമീറ്റർ ദൂരമാണുള്ളത്. പിന്നെ ഇത് നോക്കിയാൽ നമ്മളെ പറമ്പിലുള്ള തേക്കാണ് കേട്ടോ. ഇതിൻ്റെ വണ്ണം നോക്കിയേ. നമ്മളിന്ന് ടേപ്പ് എടുക്കാൻ മറന്നുപോയി, അതുകൊണ്ട് അറന്ന് കാണിച്ചു തരാൻ കഴിയില്ല. നല്ല വലിയ തേക്കാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു 8-10 തേക്ക് അതും ഉണ്ട് നമ്മളെ പറമ്പിൽ. കുറേ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആഞ്ഞിലി, തേക്ക്, ഇങ്ങനത്തെ മരങ്ങളൊക്കെ ഉണ്ട്. നല്ല നല്ല സൂപ്പർ മരങ്ങളാട്ടോ. ഒക്കെ റബ്ബറുകളൊക്കെ വെട്ടാതെ കിടക്കുകയാണ്. പിന്നെ ഇത് നോക്കി വട്ടയല്ലേ ഇതൊക്കെ നല്ല നല്ല മരങ്ങൾ കുറേ ഉണ്ട് അല്ലേ? കാട്ടുമരങ്ങളൊക്കെ കുറേ ഉണ്ട്. റബ്ബറൊക്കെ നല്ല റബ്ബർ വെട്ടാതെ കിടക്കുകയാണല്ലേ? നമുക്ക് മേലെ കൂടി ഒന്ന് പോയി നോക്കാം അല്ലേ? അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കയറി വരുന്ന വഴിയാണ്. നമ്മളവിടെ ഷെഡൊക്കെ കാണിച്ചു. പിന്നെ അവിടെ കുറച്ച് മരങ്ങളൊക്കെ കാണിച്ചു തന്നു.
ഇപ്പം നമുക്ക് അതിലെ മുകളിലോട്ട് പോയിട്ട് അതിൽ മൊത്തം കാണിച്ചാൽ അപ്പുറം കൂടെ നമുക്ക് ഇറങ്ങി വരാം കേട്ടോ. നമുക്ക് നമ്മളെ പറമ്പ് മൊത്തം കാണിച്ചു കൊടുക്കാം. അത്യാവശ്യം നല്ല വീതി ഉണ്ട് കേട്ടോ, നല്ല പറമ്പിന് നമ്മളെ അങ്ങോട്ടൊക്കെ നല്ല വീതി ഉണ്ട്. അതെ. അപ്പോൾ ഇതിലെങ്ങനെ പോയിട്ട് നമുക്ക് അപ്പുറത്തുകൂടെ ഒരു വഴിയുണ്ട്. അപ്പോൾ ആ അപ്പുറത്തെ വഴി കൂടെ അതിലെങ്ങനെ ഇറങ്ങി വരാം. നമുക്ക് ഇതിലാണ്ട് പോയി മൊത്തം കാണിച്ചു കൊടുക്കാം അല്ലേ. നമ്മൾ ഈ ഒരു പ്ലോട്ടിൽ നിന്ന് പയ്യന്നൂരിന് ഏകദേശം ഒരു 28 കിലോമീറ്ററും പിന്നെ കണ്ണൂർ ടൗണിലോട്ട് ഏകദേശം ഒരു 40 കിലോമീറ്റർ, എയർപോർട്ടിലോട്ട് 50 കിലോമീറ്ററാണുള്ളത്. ഇത് നോക്കിയാൽ ഈ മരങ്ങളൊക്കെ, ഈ കാട്ടുമരങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളെ നിലമ്പൂർ കാട്ടിൽ കൂടെ ഇങ്ങനെ പോണ മാതിരിക്ക് ഇങ്ങനെ തോന്നിട്ട് ആ ഒരു ഫീല് തോന്നുക. മൊത്തം ഇങ്ങനെ മരങ്ങളാൽ ഇങ്ങനെ തണൽ പോലെ ഇങ്ങനെ കിടക്കുകയല്ലേ, ഫുള്ള് മരങ്ങളല്ലേ, വലിയ വലിയ മരങ്ങളല്ലേ അത്. ഇതൊക്കെ നോക്കിയേ, പ്ലാവ്, പിന്നെ ഇതാ ആഞ്ഞിൽ, എന്താണ് എന്തൊക്കെയോ കുറേ മരങ്ങളുണ്ട് കേട്ടോ, കാട്ടുമരങ്ങൾ. അവിടുത്തെ തേക്കിനൊക്കെ നല്ല വണ്ണുണ്ട്, അവിടെ മേലൊരു തേക്ക് ആഞ്ഞിലൊക്കെ. അതെ, നമുക്ക് പോയി കാണിച്ചു കൊടുക്കുന്ന റബ്ബറിന്റെ ഒക്കെ വണ്ണം നോക്കാം. ആ റബ്ബറില്ലേ എന്തെങ്കിലും വണ്ണമൊക്കെ. അത് അവിടെയൊക്കെ കുറേ കാട്ടുമരങ്ങൾ ഉണ്ടല്ലോ അതിലൊക്കെ. അപ്പം നമ്മൾ കുറേ അങ്ങന്നാണ് കേട്ടോ വന്നത്. അപ്പം അങ്ങനെ കുറേ ദൂരം എന്നാ വന്നേ. നമ്മളെ പറമ്പിന് 4 ഭാഗത്തൂടെ റോഡാ. ആ, പറമ്പിന്റെ ചുറ്റുഭാഗവും റോഡാണ്. അതിലെങ്ങനെ കയറി വന്നിട്ട് നമുക്ക് ഇതിലെങ്ങനെ ഇറങ്ങി അങ്ങോട്ട് ആ ഫ്രണ്ടിൽ കണ്ട നമ്മളെ റോഡില്ലേ അതുവരെ പോവാം. പറമ്പിന്റെ ഏത് ഭാഗത്തോട്ട് വേണേലും നമുക്ക് വണ്ടി കൊണ്ടുപോയി നിർത്താം കേട്ടോ. ഫുള്ള് മരങ്ങളുണ്ട്. ആ മരം ഞാൻ പറഞ്ഞു കേട്ടോ, അവിടെ ഒരു ആഞ്ഞിലി നിൽക്കണുണ്ടോ. വലിയ വലിയ മരങ്ങളുണ്ട് കേട്ടോ. അതും പിന്നെ അവിടെ പ്ലാവന നോക്കിയ പ്ലാവന ഇഷ്ടം പോലെ ഉണ്ട്, തേക്കുണ്ട്. പിന്നെ നമുക്ക് ഏറ്റവും മേലെ നമ്മളെ ഈ പറമ്പിൻ്റെ മുകളിൽ കറണ്ടിൻ്റെ കണക്ഷൻ ഉണ്ട്. പിന്നെ ഇതിലൊക്കെ വീടുകളുണ്ടേ. അടുത്തൊക്കെ പറമ്പിന്റെ ചുറ്റുഭാഗം വീടുകളൊക്കെ ഉണ്ട്. അങ്ങോട്ട് അവിടെ വീടുകളുണ്ട്. അതിലൊക്കെ ഉണ്ട് അല്ലേ, ഇതിലെല്ലാം വീടുകളുണ്ടല്ലോ. നോക്കിയ തേക്കല്ലോ, റബ്ബർ, ആഞ്ഞില്, ഇതൊക്കെ നോക്കി കണ്ടോ തേക്ക്. നമ്മൾ നേരത്തെ കാണിച്ചെന്നല്ലേ തേക്ക്, അതേപോലെ ഉണ്ട്, നല്ല വണ്ണുള്ള തേക്ക്. പിന്നെ ഇതാ അത് ആഞ്ഞിലല്ലേ, ആ അനിപ്പിളവാ ചെറിയ ചെറിയ അതാണ്. ആ അതേ പറഞ്ഞു, നല്ല വണ്ണുള്ളത്, നല്ല വണ്ണുണ്ട്. ഇപ്പോൾ ഈ ഒരു സ്ഥലം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റബ്ബർ ഉണ്ടാവും, അതുപോലെ കുറേ കാട്ടുമരങ്ങൾ ഉണ്ടാകും. ഈ മരങ്ങൾ മുറിച്ച് വിറ്റാൽ തന്നെ നല്ല പൈസ കിട്ടും അല്ലേ. പിന്നെ തേക്കും ആഞ്ഞിലൊക്കെ റബ്ബർ ഷോട്ടറിന് കൊടുത്താൽ തന്നെ, ഷോട്ടറിനൊക്കെ കൊടുക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല പൈസ കിട്ടും. റബ്ബറൊക്കെ നല്ല റബ്ബറാണ്, ഇങ്ങനെ ചെത്തി കേടാക്കിയിട്ടൊന്നുമില്ല. ചിലത് കണ്ടില്ലേ നമ്മൾ പുറത്തൊക്കെ എവിടെയെങ്കിലൊക്കെ പോണ സമയത്തൊക്കെ തന്നെ ചെത്തി മുളച്ച് ആകെ നശിപ്പിച്ചിട്ട് കാണുമല്ലോ. ഇത് നല്ല മരങ്ങൾ. റോഡാണെങ്കിലും അത്യാവശ്യം നല്ല വീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. 3 മീറ്ററിന് മേലെ റോഡ് വീതി ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ താഴ്ന്ന് കണ്ട പ്രൈവറ്റ് റോഡ് കയറി വരുന്നതാണോ? ആ, ഇപ്പം 2 സൈഡിലും ചുറ്റുഭാഗം റോഡുണ്ട്. പിന്നെ നമുക്ക് ഇതിലെങ്ങനെ പോയി ഇങ്ങനെ കാണിച്ചു കൊടുത്ത് പോലെ പോവാം. ഈ റബ്ബറൊക്കെ നോക്കി കുറേ നാളായി വെട്ടാതെ കിടക്കണല്ലേ. 350 റബ്ബറുണ്ട് ഇതേപോലത്തെയാണ് എല്ലാ മരങ്ങളും. പിന്നെ ചെറുതൊന്നും എണ്ണത്തിലധികം കൂട്ടിയിട്ടില്ല, പഴയ പ്ലാന്റാണ്. പിന്നെ നമ്മളെ പെരുമ്പടവ് ടൗണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ സംഭവങ്ങളുണ്ട് നിങ്ങൾക്ക് അറിയോ? അവിടെ എത്തിക്കഴിഞ്ഞാൽ മൃഗാശുപത്രി, മറ്റേ അക്ഷയ കേന്ദ്രം ഉണ്ട്, പിന്നെ ബാങ്ക് സൗകര്യമുണ്ട്, പിന്നെ പെട്രോൾ പമ്പ് ഉണ്ട്. അതുപോലെ കോട്ടയം പാലാ റൂട്ടിലോട്ടൊക്കെ പോണ ബസ് ഉണ്ട്. ഇഷ്ടംപോലെ ബസ് റൂട്ടുകളുണ്ട്. തളിപ്പറമ്പിനാണെങ്കിലും പയ്യന്നൂരിനാണെങ്കിലും പിന്നെ ചെറുപുഴ, ചിറ്റാരിക്കൽ ഭാഗങ്ങളിലൊക്കെ ഇഷ്ടംപോലെ എല്ലായിടത്തോട്ടും ബസ് സൗകര്യങ്ങളുണ്ട്. കണ്ണൂരിനുണ്ട്. പിന്നെ ബസ് സ്റ്റാൻഡ് ഉണ്ട് ഇവിടെ. പിന്നെ അമ്പലം, പള്ളി, ചർച്ച് എന്ന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ റോഡ് നല്ല റോഡാണ്, നല്ല റബ്ബറൈസ്ഡ് റോഡാണ്. ഇപ്പം നമ്മൾ സ്ഥലം എല്ലാം കണ്ടു കഴിഞ്ഞില്ലേ. ഇനിയിപ്പോൾ നമ്മളിത് അങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഈ അടുത്തുള്ള പ്ലോട്ടിലൊക്കെ ബോർവെല്ലും അതുപോലെ അപ്പുറത്തെ പറമ്പിൽ അതൊക്കെ കിണറുണ്ട്. പിന്നെ ഇവിടെയൊക്കെ വീട് പണിക്കുള്ള കട്ടയിൽ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത് ഇവിടെ വേറൊരു വീടിനുള്ള പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ കാണിച്ചു കൊടുക്കാം. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു പെരുമ്പടവ് ടൗണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക്
ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. BVJM ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. അതെ, ഇതാണ് ഇതിലെ തന്നെ ഈ റോട്ടിൽ നിന്ന് തന്നെ ഇവിടെ കൊണ്ടുപോയി പിള്ളേരെ ഇറക്കി നിർത്തിയാൽ മതി. സ്കൂൾ ബസ്സൊക്കെ വരും ഇവിടെ ആയിട്ട്. ഇപ്പോൾ റോഡ് സൈഡ് തന്നെ ആയ കാരണം നമുക്ക് ഇവിടം വരെ വന്നാൽ മതി. അല്ലേ, ഇതിപ്പോൾ അടുത്ത വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കണോ. വീട് പണിയൊക്കെ ജോറായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പോൾ ഈ ഒരു പ്ലോട്ടിൽ ഇവിടെ കിണറിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലൊന്ന് വെള്ളം ഉണ്ടാക്കല്ലേ നമുക്ക്. അപ്പോൾ ഇവിടെ കിണറ്റിലൊക്കെ ഇഷ്ടംപോലെ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. അടുത്ത് കിണറൊക്കെ കുത്തി കഴിഞ്ഞാലോ ബോർവെല്ലാക്കിയാലൊക്കെ വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. വെള്ളമൊക്കെ ഇഷ്ടംപോലെയുള്ള ഒരു ഏരിയയും കൂടിയാണ്. അപ്പോൾ നമ്മളെ സ്ഥലമൊക്കെ എല്ലാവർക്കും കണ്ട് ഇഷ്ടപ്പെട്ടില്ലേ. അപ്പോൾ നമ്മൾ കണ്ണൂർ പെരുമ്പടവ് ടൗണിൽ നിന്ന് 300 മീറ്റർ ദൂരമാണ് നമ്മൾ ഈ സ്ഥലത്തേക്കുള്ള 2 ഏക്കർ 85 സെൻറ്റ് സ്ഥലമാണുള്ളത്. അപ്പോൾ എല്ലാം കൊണ്ടും നല്ല അനുയോജ്യമായുള്ള അടിപൊളി സ്ഥലമാണ്. പ്ലോട്ടായിട്ട് തിരിച്ചു കൊടുക്കാനൊക്കെ വീടൊക്കെ വെക്കാനും പറ്റിയ നല്ല അടിപൊളി സ്ഥലം. കൃഷി ചെയ്യാനുള്ള അതിനുള്ള സൗകര്യങ്ങൾ, വെള്ളത്തിൻ്റെ ആണെങ്കിലും കറണ്ട് ആണെങ്കിലും എല്ലാത്തിൻ്റെ സൗകര്യമുണ്ട്, വഴിയുണ്ട്, എല്ലാ കാര്യങ്ങളും. പറമ്പിൻ്റെ ചുറ്റുഭാഗം റോഡ് തന്നെയാണുള്ളത്. അതിൽ എവിടെ വേണേലും വണ്ടി കൊണ്ടുപോയി നിർത്താനുള്ള സൗകര്യമുണ്ട്. പിന്നെ അടുത്ത് ഒരു 1/2 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ പള്ളി, അമ്പലം, ചർച്ച്, പിന്നെ സ്കൂള്, ഹയർ സെക്കൻഡറി സ്കൂള്, ഹോസ്പിറ്റൽ, അക്ഷയ സെൻറ്ററുകൾ, പിന്നെ മൃഗാശുപത്രി എന്ന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ബസ് സ്റ്റോപ്പ്, പമ്പ് എന്ന് വേണ്ട എല്ലാ സൗകര്യങ്ങളുള്ള നല്ല അടിപൊളി ഒരു പ്ലോട്ടാണ്. അപ്പോൾ ഇനി ഇവർ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ സെൻറ്റിന് വെറും 60,000 രൂപയാണ് ചോദിക്കുന്നത്. ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. അപ്പോൾ എടുക്കണമെന്ന് ആർക്കെങ്കിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.